നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധാകേന്ദ്രമായ ഇടതു കോട്ടയായ മുട്ടട ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് ജയിച്ചു. 363 വോട്ട് വൈഷ്ണ നേടി. 231 വോട്ടാണ് ഇടത് സ്ഥാനാർത്ഥി അംശു വാമദേവന് ലഭിച്ചത്. ബിജെപി സ്ഥാനാർത്ഥി അജിത് കുമാറിന് 106 വോട്ട് മാത്രമേ നേടാനായുള്ളൂ. 16 സീറ്റിൽ എൻഡിഎയും 16 സീറ്റിൽ എൽഡിഎഫും 9 സീറ്റിൽ യുഡിഎഫും മുന്നിലുണ്ട്. ഒരു സീറ്റിൽ സ്വതന്ത്രനും മുന്നിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവം വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള മുട്ടടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയ വിജയം മുന്നണിക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. കോർപ്പറേഷനിലെ അന്തിമ ഫലം അറിയുവാനായി വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ 5 വാർഡുകളുടെ ഫലം പുറത്തുവന്നപ്പോൾ 3 വാർഡുകളിൽ യുഡിഎഫ് ജയിച്ചു. ഓരോ വാർഡ് വീതം ബിജെപിയും എൽഡിഎഫും നേടി. അതേസമയം മുൻ കോൺഗ്രസ് നേതാവും എംഎൽഎയുമായിരുന്ന എം.വി. ഗോപിനാഥ് പരാജയപ്പെട്ടു. 130 വോട്ടുകൾക്കാണ് എ.വി. ഗോപിനാഥിന്റെ പരാജയം. പെരിങ്ങോട്ടുകുരിശി ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്ര ജനാധിപത്യ മുന്നണിയും സിപിഎമ്മും തമ്മിലായിരുന്നു തെരഞ്ഞെടുപ്പ് ധാരണ. ഗോപിനാഥ് സ്വതന്ത്ര ജനാധിപത്യ മുന്നണി രൂപവൽക്കരിച്ച് 11 സീറ്റിലാണ് ജനവിധി തേടിയത്. 2009 മുതൽ നേതൃത്വവുമായി അകലം പാലിച്ച ഗോപിനാഥ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെയാണ് നേതൃത്വവുമായി ഇടഞ്ഞത്. 2023 ഡിസിസി ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉണ്ടായ തർക്കത്തിനെ തുടർന്ന് അദ്ദേഹം കോൺഗ്രസ് വിട്ടു. തുടർന്ന് നവകേരള സദസ്സിൽ പങ്കെടുത്തതോടെ പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കി. 25 വർഷക്കാലം പെരിങ്ങോട്ടുകുരിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച എ.വി. ഗോപിനാഥ് 1991 ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ 338 വോട്ടിന്റെ അട്ടിമറി വിജയമാണ് നേടിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒപ്പത്തിനൊപ്പമാണ് എൽഡിഎഫും എൻഡിഎയും. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം എൽഡിഎഫ് 12 വാർഡുകളും എൻഡിഎ 14 വാർഡുകളിലുമായി മുന്നിട്ട് നിൽക്കുകയാണ്. 5 വാർഡുകളിലായാണ് യുഡിഎഫ് ജയം. പാലാ നഗരസഭയിൽ സ്വതന്ത്ര മുന്നണി ഉണ്ടാക്കി മത്സരിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിൽ 100 വിജയം. നഗരസഭാ അധ്യക്ഷ സ്ഥാനം സിപിഎം നിഷേധിച്ചതിനെ തുടർന്ന് കറുത്ത വസ്ത്രമണിഞ്ഞ് പ്രതിഷേധിച്ച ബിനു പുളിക്കണ്ടം പുതിയ രാഷ്ട്രീയ പരീക്ഷണവുമായി കളത്തിലിറങ്ങിയതോടെ തെരഞ്ഞെടുപ്പിൽ വിജയം നേടുകയായിരുന്നു. ബിനുവിനൊപ്പം സഹോദരൻ ബിജു പുളിക്കണ്ടം, ബിനുവിന്റെ മകൾ ദിയ എന്നിവരും മത്സരിക്കാൻ ഇറങ്ങിയിരുന്നു. 13, 14, 15 വാർഡുകളിലാണ് ഇവർ വിജയിച്ചു കയറിയത്. മുരിക്കുംപുഴ വാർഡിൽ ബിജു പുളിക്കണ്ടം വിജയിച്ചപ്പോൾ പരിപ്പിൻകുന്നിൽ അഡ്വക്കേറ്റ് ബിനു പുളിക്കണ്ടം വിജയിച്ചു. പാലംപുരയത്ത് നിന്നുമാണ് ദിയ ബിനു പുളിക്കണ്ടം വിജയിച്ചത്. 20 വർഷമായി കൌൺസിലറായ ബിനുവിന് ഒരു തവണ ബിജെപി സ്ഥാനാർത്ഥിയായും ഒരു തവണ സിപിഎം സ്ഥാനാർത്ഥിയായും 2 തവണ സ്വതന്ത്രനായും വിജയിച്ച ചരിത്രമുണ്ട്. ഇപ്പോഴത്തെ നഗരസഭയിൽ സിപിഎം ചിഹ്നത്തിൽ മത്സരിച്ചു ജയിച്ച ഏക ആളായിരുന്നു ബിനു. കേരള കോൺഗ്രസിനുമായുള്ള തർക്കങ്ങൾക്കൊടുവിൽ ബിനുവിനെ സിപിഎം പുറത്താക്കിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം സജീവമായി പ്രവർത്തിച്ചയാൾ കൂടിയാണ് ബിജു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ട് ചെയ്തിരുന്നു. കന്നി മത്സരത്തിന് ഇറങ്ങുന്ന ദിയ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA പഠനത്തിന് ശേഷം MBA പഠനത്തിനുള്ള ഒരുക്കത്തിലാണ്. 21-കാരിയാണ്. 40 വർഷം കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന PV സുകുമാരൻ നായർ പുളിക്കണ്ടത്തിന്റെ മക്കളാണ് ബിനുവും ബിജുവും.